നമസ്കാരം. ശബരിമല സന്നിധാനത്തെ ആടിയ ശിഷ്ടം നെയ് തട്ടിപ്പിന്റെ വ്യാപ്തി കൂടി. കൗണ്ടറിൽ ജോലി ചെയ്ത എല്ലാവരെയും വിജിലൻസ് കേസിൽ പ്രതികളാക്കി എഫ്ഐആർ സമർപ്പിച്ചു. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ 33 പേരെ പ്രതിയാക്കിയാണ് ദേവസ്വം വിജിലൻസ് വിഭാഗം കൊല്ലം വിജിലൻസ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചത്. ജീവനക്കാരും ശാന്തിക്കാരും ഉൾപ്പെടെ നെയ് വിൽപ്പന ചുമതലയിലുണ്ടായിരുന്നവരാണ് ഈ 33 പ്രതികൾ. കൗണ്ടർ വിതരണത്തിന് നൽകിയതിലെ 13.67 ലക്ഷം രൂപയുടെ ക്രമക്കേടിനു പുറമെ സ്റ്റോക്കിലും വിജിലൻസ് തിരിമറി കണ്ടെത്തി. ഇതുൾപ്പെടെ ആകെ നഷ്ടം 36.24 ലക്ഷം രൂപയുടേതെന്ന് വിജിലൻസ് നിഗമനം. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിൽ നടന്ന ഗുരുതരമായ ക്രമക്കേടിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു വിജിലൻസ് കേസെടുത്തത്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണത്തിനുള്ള ചുമതല. ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസറുടെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന 22,565 പാക്കറ്റ് നെയ്യാണ് ഏറ്റവും അവസാനം കാണാതായത്. ഇതിന് 22.56 ലക്ഷം രൂപ വില വരും. മണ്ഡലകാലത്ത് 89,300 പാക്കറ്റ് ആടിയ ശിഷ്ടം നെയ്യാണ് വിതരണത്തിനായി കൗണ്ടറിൽ ഏൽപ്പിച്ചത്. അതിൽ 143 പാക്കറ്റ് കേടുവന്നു. ബാക്കി 89,129 പാക്കറ്റ് ആടിയ ശിഷ്ടം നെയ് വിൽപ്പന നടത്തിയ ഇനത്തിൽ 89.12 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടയ്ക്കണം. എന്നാൽ ഡിസംബർ 27 നടത്തിയ കണക്കെടുപ്പിൽ 75,450 പാക്കറ്റിന്റെ വിലയായ 75.45 ലക്ഷം രൂപ മാത്രമാണ് അടച്ചതെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. 13,679 പാക്കറ്റ് ആടിയ ശിഷ്ടം നെയ്യുടെ വിലയായ 13.67 ലക്ഷം രൂപയുടെ ക്രമക്കേട് 4 മുതൽ 33 വരെയുള്ള പ്രതികൾ ചേർന്ന് നടത്തിയതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. 4 മുതൽ 33 വരെയുള്ള പ്രതികൾ ദേവസ്വം ബോർഡിന്റെ വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരാണ്. മണ്ഡലപൂജ കഴിഞ്ഞ് ഡിസംബർ 27 നട അടച്ച ശേഷം 28,550 പാക്കറ്റ് നെയ് സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്നു. ജനുവരി 2 സ്റ്റോറിൽ നടത്തിയ പരിശോധനയിൽ 5,985 പാക്കറ്റ് നെയ് മാത്രമാണ് സ്റ്റോക്കുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർമാരുടെ ചുമതലയിലായിരുന്നു നെയ് സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്നത്. ഇതിന്റെ പേരിലാണ് സ്പെഷ്യൽ ഓഫീസർമാരായ SR സന്തോഷ് കുമാർ, K സൈനുരാജ്, MT അനീഷ് എന്നിവരെയും പ്രതിയാക്കിയത്. ഇതിൽ സന്തോഷ് കുമാർ നെയ്യാറ്റിൻകര സബ് ഗ്രൂപ്പ് ഓഫീസറും സൈനുരാജ് മുണ്ടക്കയം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും MT അനീഷ് മൂവാറ്റുപുഴ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറുമാണ്. ആടിയ ശിഷ്ടം നെയ് വിതരണത്തിൽ ഏർപ്പെട്ടിരുന്ന സുനിൽ കുമാർ പോറ്റി വിൽപ്പനയിലൂടെ ലഭിച്ച 68,200 രൂപ ദേവസ്വത്തിൽ അടയ്ക്കാതെ 17 ദിവസം കൈവശം വെച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ഇദ്ദേഹം 13ാം പ്രതിയാണ്. 13,679 പാക്കറ്റ് നെയ് വിറ്റ വകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ വകയിൽ 13 ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടായി എന്നാണ് കണ്ടെത്തൽ. ആടിയ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സുനിൽ കുമാർ പോറ്റിയെ സസ്പെൻഡ് ചെയ്തതായി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. നെയ് വിൽപ്പനയിലെ പണം ബോർഡ് അക്കൗണ്ടിലേക്ക് എത്താതിരുന്നതിനാൽ ഉദ്യോഗസ്ഥന്റെ വീഴ്ച നെയ് വിൽപ്പനയിലെ പണം ബോർഡ് അക്കൗണ്ടിലേക്ക് എത്താതിരുന്നതിനാൽ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. നെയ്യഭിഷേകത്തിന് അവസരം കിട്ടാത്ത തീർത്ഥാടകരാണ് ആടിയ ശിഷ്ടം നെയ് വാങ്ങുന്നത്. 100 മില്ലി ലിറ്ററിന്റെ കവറിൽ നിറച്ചാണ് ആടിയ ശിഷ്ടം നെയ് വിൽപ്പന നടത്തുന്നത്. ഒരു പാക്കറ്റിന് 100 രൂപയാണ് വില. ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർ ഏറ്റുവാങ്ങിയാണ് വിൽപ്പനയ്ക്കായി കൗണ്ടറിലേക്ക് നൽകുന്നത്. ഏറ്റുവാങ്ങിയ പാക്കറ്റിനനുസരിച്ചുള്ള തുക ദേവസ്വം അക്കൗണ്ടിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയിരുന്നത്.